ഇന്ന് മൊത്തത്തിൽ ശോകമാണ് ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ല കേട്ടോ, മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്, ചൂടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തുന്ന കുറച്ച് ബുക്കൊക്കെ വായിക്കാമെന്ന്. എനിക്ക് പൊതുവേ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കൊക്കെ ആട്ടോ വായിക്കാൻ ഇഷ്ടം, പിന്നെ കൃഷി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കർഷകശ്രീയാണ്. ഈ ചിലരൊക്കെയാണെങ്കിൽ വനിതയില്ല, അത് വായിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് എനിക്ക് കർഷകശ്രീ വായിക്കുമ്പോൾ എനിക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബുക്ക് തന്നെയാണ് ഈ കർഷകശ്രീയുടെ ഈ മാസിക എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ആളാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സും ഇല്ല, പിന്നെ എനിക്കിങ്ങനെ ഈ കൃഷിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ഇന്നത്തെ തലമുറയിൽ അങ്ങനത്തെ ആരും തന്നെ ഉണ്ടാവില്ല. അല്ല, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്യാവശ്യം കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഈ കൃഷിയെ എപ്പോഴും സ്നേഹിക്കുന്നവർ. പിന്നെ ഞാൻ വായിക്കാറുള്ള വേറൊരു ബുക്ക് എന്ന് വെച്ചാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ബുക്ക്. പിന്നെ വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റുന്ന പോലെ കണക്ക് എഴുതി വെക്കാറുണ്ട്. ഓരോ ദിവസം എത്ര രൂപ ചിലവാക്കി എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് അത് നമ്മൾ എഴുതി സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതൊരു കണക്കിന് നല്ലതാണ്. പിന്നത്തേക്ക് ഒരു ആവശ്യത്തിന് എടുത്ത് നോക്കുമ്പോൾ എത്ര രൂപ എന്തിന് ചിലവാക്കി, അതുപോലെ തന്നെ ഇനി എത്ര രൂപ ചിലവാക്കാൻ പാടുണ്ട്, നമ്മുടെ കറക്റ്റിൻ്റെ ബഡ്ജറ്റിന് എത്ര വേണം, അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് കീപ്പ് ചെയ്യണം നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ.